പിന്നെയോ ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചു പോകരുത്. ചെറിയ വിഷയമാണെന്ന് കരുതരുത്. ശൈത്താനോ ഇദാ ദഖല റജുലു ബൈതഹു ഫദക്കറല്ലാഹ് ഇദ ദുഖൂലിഹി, വീട്ടിലേക്ക് കടന്നു പോകുമ്പോ ബിസ്മില്ലാഹ് എന്ന് ചൊല്ലിയിട്ട് കടന്നാൽ വഇദ തുആമിഹി, ഭക്ഷണം കഴിക്കുമ്പോഴും അവൻ പറഞ്ഞാൽ ഖാല ശൈത്താൻ, ശൈത്താൻ പറയുന്നു ലാ മബീത ലക്കും വലാ അശാ, ഇവിടെ പാർപ്പിടമില്ല, ഉറങ്ങാൻ കഴിയില്ല, ഇവിടെ ഭക്ഷണവുമില്ല. വഇദാ ദഖല ഫലം യുദ്കരില്ല, ദിക്ർ ചൊല്ലാതെ ബിസ്മി ചൊല്ലാതെ കിടന്നാൽ ഖാല ശൈത്താൻ, ശൈത്താൻ പറയുന്നു അദ്റക്തുൽ മബീത്, ഇവിടെ ഉറങ്ങാൻ സ്ഥലം കിട്ടി. ഫഇല്ലം യദ്കുരില്ല ഇദ്ദ തആമിഹി, ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ ഖാല, ശൈത്താൻ പറയുന്നു അദ്റക്തുൽ മബീത വൽ അശാ, ഇന്ന് ഉറങ്ങാനുള്ള സ്ഥലം കിട്ടി, ഇന്ന് നമുക്ക് ഭക്ഷണവും കിട്ടി. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് ശൈത്താന് ഭക്ഷണത്തിന്റെ കൂടെ വയറ്റിലേക്ക് പോയാൽ അത് ശാപമാണ്. ഭക്ഷണത്തിൽ ഫലമില്ല, ഭക്ഷണത്തിന്റെ ബർക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ വല്ലാതെ നമ്മുടെ കയ്യിലുള്ള ഭക്ഷണം പോലും കഴുകി വൃത്തിയാക്കണം. അതുപോലും റസൂലുള്ളാഹി തങ്ങൾ വിരളൂമ്പുന്ന ശൈലിയുണ്ട്. റസൂലുള്ളാഹിക്ക് വിരളൂമ്പുന്ന ശൈലിയാണ്, പാത്രം നക്കി തുടക്കുന്ന ശൈലിയാണ്. നമ്മൾ ചിലരൊക്കെ പറയും എന്തിനാണ് പാത്രം അവിടെ ഇരിക്കട്ടെ എന്ന് പറയും. അതല്ല, പാത്രത്തിലുള്ളത് മുഴുവനും തിന്നുകയാണ്. വീട്ടിലുണ്ടാക്കിയ ഭക്ഷണങ്ങൾ ശൈത്താനിന് വേണ്ടി മാറ്റിവെക്കുന്ന ആളുകൾ, അവർക്ക് രോഗം വിട്ടുമാറുന്നില്ല. മന്നക്കലമായ നിലത്ത് വീണ ഭക്ഷണം തിന്നുന്ന ആളുകൾ അവൻ അല്ലാത്ത ഐശ്വര്യത്തോടെ ജീവിക്കുന്നവനാണ്. അവന്റെ ജീവിതത്തിൽ ബറക്കത്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ അബൂ സഈദ് അൽ ഖുദരി തങ്ങളെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നഹാ അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ നഫ്ഖി ബിശ്ശുർബി, കുടിക്കുന്നതിൽ ഊതാൻ പാടുള്ളതല്ല. ചായയിൽ ഊതാൻ പാടില്ല, കോഫിയിൽ ഊതാൻ പാടില്ല, ചൂടുവെള്ളത്തിൽ ഊതാൻ പാടില്ല. പിഞ്ചു മക്കൾക്ക് കൊടുക്കുന്ന മണ്ണിയൊക്കെ ഊതിയിട്ട് കൊടുക്കുന്ന ശൈലികളാണ് ഉമ്മമാർക്കുള്ളത്. ഊതിയിട്ട് ഭക്ഷണം കൊടുക്കാൻ പാടുള്ളതല്ല. ആമാശയത്തിൽ നിന്ന് വരുന്ന ഊത്ത് അത് ചിലപ്പോൾ ചൂടിലേക്ക് വരുമ്പോ അല്ലാതെ വരുമ്പോ വിഷമാകാൻ വരെ സാധ്യതയുണ്ട്. ആമാശയത്തിൽ നിന്ന് പുറത്തു വരുന്ന ആ വായു അത് ഭക്ഷണത്തിലേക്ക് ഏർപ്പെട്ടിട്ട് അവിടെ വിഷം, പോയിസൺ ഉണ്ടാകാൻ വരെ സാധ്യതയുണ്ട്. ഒരൊറ്റ ഭക്ഷണത്തിലും ഊതാൻ പാടുള്ളതല്ല, ഊതിയിട്ട് ഭക്ഷണം കഴിക്കാൻ പാടുള്ളതല്ല. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഊതിയിട്ട് ഭക്ഷണം കഴിക്കുന്നവർ, ഊതിയിട്ട് വെള്ളം കുടിക്കുന്നവർ, അതിൽ ബറക്കത്തില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യതനഫസു ബിശ്ശറാബി സലാസ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ 3 തവണ വെള്ളം കുടിക്കുമ്പോൾ 3 തവണ ശ്വാസം വലിക്കും. ഒരു കപ്പം വെള്ളം കുടിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹ് 3 തവണ ശ്വാസം വലിക്കും. 3 തവണ ശ്വാസം വലിക്കും എന്ന് പറഞ്ഞാൽ 3 മുക്കളാക്കി കുടിക്കുന്നു. കുറച്ച് കുടിക്കും, ഒന്ന് ശ്വാസം വിടും, പിന്നെ പിതൊരു മുക്കള് കുടിക്കും, പിന്നെ ശ്വാസം വിടും, പിന്നെ കുടിക്കും. നമ്മൾ അങ്ങനെ സംസം മാത്രമേ കുടിച്ചിട്ട് ഇന്ന് വരെ മുക്കളാക്കിട്ട് കുടിച്ചിട്ട് ഒഴിവാക്കിയിട്ട് സംസം അതും അങ്ങനെ കുടിക്കണം, വെള്ളവും അതുപോലെ കുടിക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വലാത്തുല്ലാഹ്. ഒട്ടകം കുടിക്കുന്ന പോലെ നിങ്ങൾ കുടിക്കാൻ പാടില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ ശൈലി അങ്ങനെ. ഒട്ടകത്തെ എങ്ങനെ സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. ഒട്ടകം വെള്ളം കുടിക്കുന്നത്
ഒരൊറ്റ തവണ 15 ലിറ്റർ വെള്ളം ഏകദേശം കൂടുതലും ആകെ കുറയും ചെയ്യാം. 15 ലിറ്റർ വെള്ളം ഒരൊറ്റ തവണ ഒട്ടകം 15 ലിറ്റർ വെള്ളം കുടിക്കും. ഇതാണ് റബ്ബ് തആല ചോദിച്ചത്, അഫലാ യൻദുറൂന ഇലൽ ലിബിലി കൈഫ ഖുലിഖത്. ഒട്ടകത്തെ എങ്ങനെ പടച്ചോ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഒരു മണിക്കൂറിൽ മറുഭൂമിയിലാണെങ്കിൽ 15, 16, 17 കിലോമീറ്ററുകളോളം ഒട്ടകം മറുഭൂമിയിൽ സഞ്ചരിക്കും. മറുഭൂമിയിലാണെങ്കിൽ പോലും ഒട്ടകം ഒരു മണിക്കൂറിന് 16, 17 കിലോമീറ്ററുകളൊക്കെ സഞ്ചരിക്കാൻ കഴിവുള്ള ജീവിയാണ്. തുടർച്ചയായി 120 കിലോമീറ്റർ യാത്ര ചെയ്യാൻ കഴിയും, ഒരു സ്റ്റോപ്പുമില്ലാതെ. ഒരൊറ്റ പോക്കിന് 120 കിലോമീറ്ററുകളോളം ഒരു ക്ഷീണവുമില്ലാതെ യാത്ര ചെയ്യാൻ കഴിവുള്ള ജീവിയാണ് ഒട്ടകം. പിന്നെയോ സുഖമായി 500 കിലോ ചുമക്കാൻ കഴിവുള്ള ജീവിയാണ് ഒട്ടകം. അതുപോലെ 1.5 കിലോമീറ്റർ ദൂരെ വെള്ളമുണ്ടെങ്കിൽ അത് മണത്തറിയാൻ കഴിവുള്ള ജീവിയാണ് ഒട്ടകം. ഒട്ടകം അത്ഭുതമാണ്, ഒട്ടകം അത്ഭുതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു 15 ലിറ്റർ വെള്ളം ഒരു തവണ കുടിച്ചു. കുറച്ച് വെള്ളമേ ബാക്കിയുള്ളതിനെ കൊഴുപ്പാക്കി 25 kg 25 കിലോ കൊഴുപ്പ് നല്ല അറിയില്ലേ? എന്ത് കേട്ടങ്ങ് കൊഴുപ്പറിയാല കൊഴുപ്പ് കുടിക്കുന്നതെല്ലാം കണ്ടിട്ടില്ലേ? ഇല്ല, ഇടത്തവർക്ക് കൊഴുപ്പും കുടിക്കുന്നില്ല. കൊഴുപ്പ് കുടിക്കുന്ന അറിയാലോ മനുഷ്യന്മാരെ? അറിഞ്ഞിട്ടാ മുണ്ടാഞ്ഞിട്ട് ഇത് എന്ത് വിഷയം അറിയുന്നില്ല. കൊഴുപ്പറിയോ? കൊഴുപ്പ് എന്നാ കൊഴുപ്പ് എന്താ? ചർബി നന്ദിയാ അല്ലേ? ചർബീന കൊഴുപ്പ് എന്ത്? റോട്ടിലുള്ള ആൾ ഒന്ന് ഇങ്ങോട്ട് നോക്കണം, ഒന്ന് ഇങ്ങോട്ട് പോലെ അങ്ങോട്ട്. റോട്ടിലുള്ള ആൾ നോക്കണം, എന്ത് മറുപടി ആൻസർ ആക്കണം നോക്കാം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവിടെ കേൾക്കുന്നല്ല, അള്ളാഹു ബർക്കത്താക്കണം. കൊഴുപ്പ് നല്ല അല്ലേ? അല്ല ചർബീന കൊഴുപ്പുന്ന 25 kg ഒട്ടകം കൊഴുപ്പാക്കിയിട്ട് വെക്കും. പിന്നെ ആവശ്യം വരുമ്പോ അതിനെ വെള്ളമാക്കി കുടിക്കാനുള്ള കഴിവ്, ആ കഴിവുള്ള ജീവിയാണ് ഒട്ടകം. ഒട്ടകം റസൂലുള്ളാഹി തങ്ങൾ വല്ലാത്ത വർണ്ണിച്ച് പറഞ്ഞ ഒന്നാണ് ഒട്ടകം. പക്ഷേ റസൂലുള്ള പറഞ്ഞു, ഒട്ടകം കുടിക്കുന്ന പോലെ ഒറ്റയടിക്ക് നിങ്ങൾ വെള്ളം കുടിക്കാൻ പാടുള്ളതല്ല. കുപ്പി വെള്ളം എടുത്ത് ഇങ്ങനെ കളകളകളകളകളാന്ന് കുടിച്ചു കളയുക, ഇത് മുമ്മിന്റെ ശൈലിയല്ല. വെള്ളം കുറച്ചേ കുടിക്കാവൂ. ഭക്ഷണം കഴിക്കുമ്പോഴും പോലോ അതും കുറച്ചേ ചവച്ചരച്ചിട്ട് കഴിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് പിന്നെയോ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ചുരുക്കി പറയുന്നു, അല്ലാഹുവിൻ അനസ് തങ്ങളെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസാണ്, അന്നഹു നഹാ അന്നനബി അന്നഹു നഹാ അയ്യശ്റബ റജുലു ഖായിമാ. നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത്, നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത്. ഖാല ഖതാദ ഫഖുൽനാ, ഞങ്ങൾ ചോദിച്ചു, ഫൽ അക്ലു, തിന്നാൻ പറ്റുമോ? ഫഖാല ദാക അശറു വഖബസ്, അത് വളരെ മോശമാണ്. നിന്നുകൊണ്ട് കുടിക്കാൻ പാടില്ല, തിന്നാൻ അത്രയും പാടുള്ളതല്ല. വലിയ സൽക്കാരങ്ങൾ, വലിയ കല്യാണങ്ങൾ, വലിയ പരിപാടികളിൽ കൈനീട്ടി വാങ്ങിയിട്ട് നിന്നുന്ന സമ്പ്രദായമില്ലയോ? അതൊരു ആനന്ദമായിട്ട്, അതൊരു അഭിമാനമായിട്ട് മുഅ്മിന്റെ സൽക്കാര ശൈലി അതല്ല മുഅ്മിന്. ഉസ്താദന്മാരോട് പറയും, ഉസ്താദ് അവിടെ ഉള്ളിലിരിക്കി, ഉസ്താദ് ഉള്ളിൽ നിന്ന് അരമണിക്കൂറായിട്ടും ഭക്ഷണമില്ല, തങ്ങളെ അവിടെ ഉള്ളിലിരിക്കി, അങ്ങോട്ട് വരാ, അങ്ങോട്ട് കൊണ്ടുവരാ. ഹാജിമാർ, വയസ്സുള്ളവർ, ആലിമീങ്ങൾ കൈനീട്ടി വാങ്ങിയിട്ട് തിന്നണ്ട ഗതികേടുള്ള കല്യാണങ്ങള് ഏറ്റവും ഷർറാക്കപ്പെട്ട വേദികളാണ്, ഏറ്റവും ഷർറാക്കപ്പെട്ട വിരുന്നുകളാണ്. കഴിവില്ലാത്തവർ ആളെ ക്ഷണിക്കേണ്ടതില്ല, ഇരിക്കാൻ സ്ഥലമില്ലാത്ത ആളുകൾ, സൗകര്യമുള്ള ആളുകളെ വിളിച്ചാൽ മതി. കൈനീട്ടി ഇറക്കുന്ന ഗതികേട് വലിയ മുതലാളിമാരുടെ വീട്ടില് ഉസ്താദന്മാരെ പോലും കൈനീട്ടിക്കുന്ന ആളുകൾ മോശമല്ലേ മുഅ്മിനേ? എത്ര വലിയ പണക്കാരനായിട്ടെന്തേ,
എത്ര വലിയ മുതലാളിയായിട്ടുണ്ട്, എത്ര വലിയ കല്യാണമായിട്ടുണ്ട്. നിന്റെ വീട്ടിൽ വന്ന സയ്യിദന്മാർ, നിന്റെ വീട്ടിൽ വന്ന ഉസ്താദുമാർ, നിന്റെ വീട്ടിൽ വന്ന നേതാക്കന്മാർ ഒന്നിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഒന്ന് റാഹത്തോടെ ഫുഡ് കഴിച്ചിട്ടുണ്ടോ? വയസ്സുള്ളവർ പോലും ക്യൂയിൽ നിന്നിട്ട് മണിക്കൂർ കണക്കിന് ക്യൂ നിന്നില്ലയോ? അല്ലാഹുവോട് ഉത്തരം പറയേണ്ടതില്ലയോ? നിന്ന് സമ്പ്രദായം യഹൂദി സംസ്കാരമാണ്. നിന്ന് കുടിക്കുന്ന സമ്പ്രദായം പാശ്ചാത്യരുടെ സംസ്കാരമാണ്. റസൂലുള്ളാഹി തങ്ങളിൽ ഇമാം മുസ്ലിം സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഒരൊറ്റ കല്യാണ വീട്ടിലും ഒരൊറ്റ സൽക്കാര വീട്ടിലും ഇതുപോലെ മോശപ്പെട്ട അവസ്ഥകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണേ മുഅ്മിനേ. അല്ലാഹുവേ ഖൈർ നൽകണേ അല്ലാഹ്. അതുകൊണ്ട്